കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിന് സമീപം ശുചിമുറി മാലിന്യം കുളത്തിൽ തള്ളിയതായി പരാതി. ശാന്തൻപാറ ബോഡിമെട്ടിന് സമീപമുള്ള തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം തള്ളിയത്. 15ഓളം തൊഴിലാളി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളമാണിത്. രാത്രിയുടെ മറവിൽ കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും ശുചിമുറി മാലിന്യം തള്ളുന്ന ഒരു മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ഈ കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥലത്ത് തന്നെയായിരുന്നു കുടിവെള്ളത്തിനായിട്ട് ഏകദേശം 15 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണറിലേക്കാണ് ഈ മാലിന്യങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 15ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കുമെല്ലാം ഇത് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ശാന്തൻപാറ പോലീസ് CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ശാന്തൻപാറ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കും. തോട്ടം ഉടമ ഷിബു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ഇതേ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവിടെ വന്ന് ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തട്ടി കുടിവെള്ളത്തിൽ കലർത്തി. അപ്പോൾ ഞങ്ങൾ 10-15 തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായ ഒരു രീതിയാണ്. അപ്പോൾ ഞങ്ങളത് കംപ്ലൈൻറ്റ് പഞ്ചായത്തിലും പോലീസിലും കൊടുത്ത് ഇവർ അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. ഇതായത് നല്ല സഹകരണം അവരുടെ നിന്നും ഉണ്ടാകുന്നു. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.